തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ വൻ ക്രമക്കേടുണ്ടെന്നും ബാങ്കിന്റെ സ്ഥിതി പരിതാപകരമാണെന്നും തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സഹകരണ സംരക്ഷണ മുന്നണി ഭാരവാഹികൾ ആരോപിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം തൻവർഷം മാത്രം 1,85 ലക്ഷം രൂപയും ഇതുവരെയുള്ള അറ്റ നഷ്ടം 18,63 ലക്ഷം രൂപയുമാണ്. ബാങ്കിന്റെ സ്വന്തം ഫണ്ട് 1,80 ലക്ഷമാണെങ്കിൽ 17 കോടിയിലധികം നെഗറ്റീവ് ഫണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. തൻവർഷത്തെ തരളധനക്കമ്മി 6.04 കോടി രൂപയാണ്. ഇത് വളരെ ഗൗരവമുള്ളതും ആശങ്കാജനകവുമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെന്ന് സഹകരണ സംരക്ഷണ മുന്നണി ചൂണ്ടിക്കാട്ടി. നിക്ഷേപ ഇനത്തിലുള്ള തുകയിൽ നിന്നും മറ്റും ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഓഹരി തുക 50 രൂപയാണെങ്കിലും 50 രൂപയിൽ കുറവ് അടവാക്കിയിട്ടുള്ളവരും അംഗത്വത്തിൽ തുടരുന്നു. ഇതുപ്രകാരം തെരഞ്ഞെടുപ്പിന് തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടിക സത്യസന്ധമല്ല. സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും വിരുദ്ധമായാണ് RMPI ഭരണസമിതിയുടെ കീഴിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. പല രജിസ്റ്ററുകളും രേഖകളും സൂക്ഷിക്കുന്നില്ല. തളിക്കുളത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സഹകാരികളെ അംഗത്വത്തിൽ നിന്ന് അകറ്റി നിർത്തിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നതെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. സഹകരണ സംരക്ഷണ മുന്നണി രക്ഷാധികാരി KR സീത, കൺവീനർ EPK സുഭാഷിതൻ, ചെയർമാൻ EA സുഗതകുമാർ, ട്രഷറർ PI സജിത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.